ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഫാൻറ്റസി വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞങ്ങൾ വീട് താമസിക്കുന്ന പുതിയ വീട്ടിലെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നിറയെ മുറ്റമുണ്ട്. അപ്പോൾ മുറ്റമൊക്കെ തൂക്കണം, അതൊക്കെ ഒരു ജോലിയാണ് കേട്ടോ. പിന്നെ വെള്ളം കോരാൻ പൈപ്പും മോട്ടറും ഒന്നുമില്ല. ദേ ആ കാണുന്ന പഞ്ചായത്ത് കിണറിൽ നിന്ന് വേണം വെള്ളം കോരിക്കൊണ്ട് വരാൻ. പിന്നെ ചെറിയൊരു ചുമയും ജലദോഷമൊക്കെ ഉണ്ട്. അപ്പം കാലാവസ്ഥയുടെ ആയിരിക്കും. പിന്നെ നല്ലുകുട്ടി ദേ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. മമ്മൂസ് ഉറങ്ങുമായിരുന്നു. പിന്നെ കുഞ്ഞു കൻസാമോൻ പള്ളിയിൽ മദ്രസയിൽ പഠിക്കാൻ പോയി തുടങ്ങി. ഇവിടെ അടുത്ത് തന്നെ ഒത്തുപള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനൊക്കെ പഠിച്ച പള്ളിയിലാണ് മോളും പഠിക്കാൻ പോകുന്നത്. അപ്പം ഇത് ഞാൻ ജനിച്ച് വളർന്ന വീടാണ്. വീട് ഇടിച്ച് പൊളിച്ചിട്ട് വേറെ വീട് വെച്ചു. ഇപ്പോൾ ലൈഫ് പദ്ധതിയിൽ നിന്ന് കിട്ടിയ അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതി ഉണ്ടല്ലോ, ആ സംഭവത്തിൽ നിന്ന് കിട്ടിയ വീടാണ് കേട്ടോ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇത് ഉമ്മാമ്മയുടെ വീടാണ്. ഇപ്പോൾ ഒഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. നേരത്തെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷേ അവിടെ നമുക്ക് താമസിക്കാൻ പറ്റത്തില്ല. അയൽവക്കമൊക്കെ ആയിട്ട് ഭയങ്കര വിഷയം. അവരാണെങ്കിൽ ഉള്ള വേസ്റ്റൊക്കെ ഇടുന്നു നമ്മുടെ പറമ്പിലോട്ട് ഇടുന്നു. എനിക്കാണെങ്കിൽ ഇതിന് അടിക്കും പിടിക്കുമെന്ന് പോകുന്ന ഇഷ്ടവുമല്ല. അപ്പോൾ അതുകൊണ്ട് നൈസിന് ഞങ്ങളങ്ങ് മാറി. വാടകയും കൊടുത്തിട്ട് നമ്മൾ കണ്ടവരവായിരിക്കുന്നതൊക്കെ കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മാറിയതാണ്. അപ്പോൾ ഇവിടെ നിറയെ ആൾക്കാരുണ്ട്. പിന്നെ ഇടയ്ക്ക് ഈ വോയിസ് ഓവറൊക്കെ ചെയ്യുമ്പോൾ അപ്പുറം ഇപ്പുറം ഒച്ചയുമ്പോഴൊക്കെ കേൾക്കും കേട്ടോ. അപ്പോൾ അടുത്തടുത്താണ് താമസിക്കുന്നത്, നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. അടുത്തടുത്താണ് വീടുകൾ. അപ്പം അത്രയും അടുത്ത് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയുന്ന എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ പറ്റും. അപ്പം മുറ്റം ഒത്തിരി ഉണ്ട്. റോഡൊക്കെ നല്ല വൃത്തിയായിട്ട് തൂത്തിടും. എപ്പോഴും എല്ലാവരുടെ വീടും മുറ്റവും നല്ല ക്ലീനായിട്ട് കിടക്കാൻ, നമ്മുടെ മാത്രം ഇങ്ങനെ മോശപ്പെട്ട് കിടക്കരുതല്ലോ. അതുകൊണ്ട് എപ്പോഴും എന്നും രാവിലെയും വൈകുന്നേരം ഒക്കെ തൂത്തിടാം. അപ്പം ഇതാണ് വീട്. അപ്പം ഇതിൻ്റെ തൊട്ടപ്പുറം ഇപ്പുറമൊക്കെ വീടുകളുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നേരത്തെ ഇവിടെയൊക്കെ. ഞാൻ ജനിച്ച് വളർന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ ഒരുപാട് പേരുണ്ട്. പിന്നെ കുറേ പേരെ കല്യാണം കഴിച്ചുകൊണ്ട് പോയി. പിന്നെ ഇവിടെ നിന്നൊക്കെ മാറി സ്ഥലമൊക്കെ വിറ്റിട്ട് വേറെയൊക്കെ പോയി. അപ്പം കുറേ വീടുകളിങ്ങനെ അനാഥപ്രേതങ്ങളൊക്കെ പോലെ ആൾതാമസമില്ലാതെ കിടപ്പുണ്ട് കേട്ടോ. അപ്പം ഈ നല്ലുകുട്ടിയാണ് ഈ വീഡിയോ എനിക്ക് എടുത്തു തരുന്നത്. നല്ലുകുട്ടിയുടെ വിരളൊക്കെ ഇതിനിടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒരു വീഡിയോ എടുത്ത്, അപ്പോൾ എൻ്റെ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി. അപ്പോൾ സ്റ്റാൻഡ് വെച്ചിട്ട് ഞാൻ കല്ലിൻ്റെ പുറത്തൊക്കെ ചാരി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മയ്ക്ക് ഒരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോഴത്തേക്കും നല്ലുകുട്ടി വീഡിയോ എടുത്തതാണ് കേട്ടോ. തറയുടെ പുല്ലും എല്ലാം ഉണ്ട്. എല്ലാം ഇരിക്കട്ടെ, ഞാൻ എഡിറ്റ് ചെയ്ത് കളയുന്നില്ല, അത് കിടക്കട്ടെ, കാണുമ്പോൾ ഒരു രസമല്ലേ. അങ്ങനെ ഇതെല്ലാം ഇപ്പുറത്തെ ഈ വല സൈഡിൽ കാണുന്ന വീട് ഏകദേശം ഒരു 10-20 വർഷമൊക്കെ പഴക്കമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ഒരു 5-6 വയസ്സിലൊക്കെ വെച്ചാണെന്ന് തോന്നുന്നു. വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ വീട്ടിൽ ആരും താമസിച്ചിട്ടില്ല കേട്ടോ. അന്ന് ഈ ഏരിയയിലെ ഏറ്റവും വലിയ വീടായിരുന്നു. അത് ഫുള്ള് ടൈലൊക്കെ ഇട്ട് അകത്ത് ബാത്റൂമൊക്കെ ഉള്ള, അന്നത്തെ കാലത്ത് അകത്ത് ബാത്റൂം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അതിശയമല്ലേ. അപ്പം ആ ഒരു 20 വർഷത്തിന് മുന്നേ ഒക്കെ വെച്ച വീടാണ്. പക്ഷേ അവിടെ ഒരു ദിവസം പോലും ആരും കിടന്നുറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും വീഡിയോ ആയിട്ട് വരാൻ. ടാറ്റാ ബൈ ബൈ.